ആദ്യം അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് മാനേജിൽ പോവുക. മാനേജിനകത്ത് ടോപ്പ് റൈറ്റിൽ ന്യൂ എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെയാണ് ന്യൂ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ബൈ ഡിഫോൾട്ട് ഇവിടെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ പോയാൽ കാറ്റഗറീസ് കാണാം. ഏത് കാറ്റഗറിയാണ് വേണ്ട ആ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഏതെങ്കിലും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇതിലേതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ പ്രിവ്യൂ കാണാൻ പറ്റും. ഇതുപോലെ ആയിരിക്കും മെസ്സേജസ് പോകുന്നത്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ് ന്യൂ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ടെംപ്ലേറ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക. യൂട്ടിലിറ്റി ആണോ, മാർക്കറ്റിംഗ് ആണോ, ഒത്തൻറ്റിക്കേഷൻ ആണോ? ഓക്കെ, യൂഷ്വലി മാർക്കറ്റിംഗ് ആയിരിക്കും. മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യുക. ടെംപ്ലേറ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷിലായിരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. മലയാളത്തിലാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക. ടെംപ്ലേറ്റിനൊരു നെയിം കൊടുക്കുക. എന്താണ് നിങ്ങൾക്ക് ടെംപ്ലേറ്റിന് പേര് കൊടുക്കേണ്ടത് ആ പേരോട് കൊടുക്കുക. അത് കഴിഞ്ഞ് ടെംപ്ലേറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ആണോ, ഇമേജ് ആണോ, വീഡിയോ ആണോ, ഡോക്യുമെൻ്റ് ആണോ അയക്കേണ്ടത്, ലൊക്കേഷൻ ആണോ അയക്കേണ്ടത്, കാരോസലാണോ? കാരോസലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് അയക്കാം. ഓക്കെ, ഇപ്പം ടെക്സ്റ്റിൻ്റെ കാണിച്ചു തരാം. ടെക്സ്റ്റിൻ്റെ ആണെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തു. കണ്ടൻറ്റ് കൊടുക്കുക. കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുക. കണ്ടൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഫുട്ടറിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഫുട്ടറിൽ ടു അൺസബ്സ്ക്രൈബ് ടൈപ്പ് സ്റ്റോപ്പ് എന്ന് കൊടുക്കാം. അപ്പം ഈ മെസ്സേജ് പോകുന്ന ആൾക്കാർക്ക് ഇനി മെസ്സേജ് വരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ സ്റ്റോപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കോൺടാക്റ്റ് ചെയ്യുന്ന അവർ ഓപ്റ്റ് ഔട്ട് ആവും. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ബട്ടൺ വേണ്ട എന്നുണ്ടെങ്കിൽ നൺ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും മെസ്സേജ് പോകുന്നത്. കോൾ ടു ആക്ഷൻ ആണ് ബട്ടൺ. ക്വിക്ക് റിപ്ലൈ ആണ് ചാറ്റ് ബോട്ട്. ഓക്കെ, അത് രണ്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓളി സെലക്ട് ചെയ്യാം. ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ കോൾ ടു ആക്ഷൻ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കോളിൻ്റെ ഓപ്ഷനാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പറിൻ്റെ അവിടെ ടൈറ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോൾ നൗ എന്നാണ് ഇപ്പം കൊടുത്തേക്കുന്നത്. അപ്പം ഇതുപോലെ ആയിരിക്കും മെസ്സേജ് പോകുന്നത്, കോൾ നൗ. ഓക്കെ, അത് കഴിഞ്ഞ് കൺട്രി കോഡ് കൊടുക്കുക. 91 കൊടുത്തു. മൊബൈൽ നമ്പർ കൊടുക്കുക. ഏത് നമ്പറിലേക്ക് ഫോൺ പോകേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഈ കോൾ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ നമ്പറിലേക്ക് കോൾ പോകും. അത് കഴിഞ്ഞ് ഒരു ബട്ടൺ കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ URL, വെബ്സൈറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും URL കൊടുക്കണമെന്നുണ്ടെങ്കിൽ URL സെലക്ട് ചെയ്തു. URL ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ബൈ നൗ എന്ന് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ച് ആയിരിക്കും കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതൊരു ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ച് തരുന്നതേ ഉള്ളൂ. കൺഗ്രാറ്റ്സ്, യു വോൺ 20% ഡിസ്കൗണ്ട്. അപ്പം ബൈ നൗ എന്ന് കൊടുത്തു. ഇവിടെ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുക. ഇവിടെ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുക. എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു. ഇവിടെ വെബ്സൈറ്റ് ഫുൾ HTTPS ഇട്ട് ടൈപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പം
സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. സബ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ബാക്ക് പോവുക, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് പെൻഡിങ് സെക്ഷനിൽ പോവുക. അപ്പം ഇതാണ് നമ്മളിപ്പം കൊടുത്തത്. ഈ മെസ്സേജ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ, വാട്സാപ്പ് അവരെ അപ്രൂവ് ചെയ്യണം. അവരപ്രൂവ് ചെയ്താലേ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ, ഈ മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം പെൻഡിങ്ങിലാണ്. ഇവിടെ സിങ്ക് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്രൂവ് ആയില്ലേ എന്ന് കാണാം. അപ്പോൾ ഇപ്പം ടെസ്റ്റ് എന്നുള്ളത് അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെസ്സേജ് അയക്കാം.